സിദ്ദിഖ് കാപ്പൻ്റെ ഭാര്യ റൈഹാനത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF SDPI പിന്തുണ. മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിൽ മുട്ടുംപുറ വാർഡിലാണ് റൈഹാനത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മോണിഷയാണ് UDF സ്ഥാനാർത്ഥി. LDFും SDPIയും വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹിന്ദു സമുദായിക അംഗമായതിനാൽ മുസ്ലിം ലീഗ് വോട്ട് റൈഹാനത്തിനെ മറിക്കാൻ രഹസ്യ ധാരണയുമുണ്ട്. BJP മത്സരിക്കാത്തതിനാൽ പാർട്ടി വോട്ടുകൾ കോൺഗ്രസിലെ ഹിന്ദു സ്ഥാനാർത്ഥി പിടിച്ചേക്കും. ആകെ 3 സ്ഥാനാർത്ഥികളാണ് വാർഡിൽ മത്സരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി നുസൈബ ബൾബ് ചിഹ്നത്തിലും റൈഹാനത്ത് കുട ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. കണ്ണമംഗലം മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുള്ള പഞ്ചായത്താണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തി തീരെ വരില്ല. പഞ്ചായത്ത് നിലവിൽ വന്ന വർഷം തന്നെ UDF സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കി പകരം CPMനോട് ചേർന്ന ലീഗ് അധികാരത്തിൽ ഏറുകയായിരുന്നു. അടവ് നയം എന്ന് പേരിട്ട ഈ കൂട്ടുകെട്ടിൻ്റെ അധ്യക്ഷനായി പരേതനായ ചാക്കിരി കുഞ്ഞൂട്ടി പ്രസിഡന്റും CPM പ്രതിനിധി EK ബാവ വൈസ് പ്രസിഡന്റും ആയി പഞ്ചായത്തിൻ്റെ ഭരണം പങ്കിടുകയായിരുന്നു. എന്നാൽ 2.5 വർഷം പിന്നിടുമ്പോഴേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറുകയും ലീഗും കോൺഗ്രസും ഒന്നിച്ച് ഭരണം UDF സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തു. പാരിതോഷികമായി മുസ്ലിം ലീഗ് കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകിയതിനാൽ C ബാലൻ മാസ്റ്റർ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തു. തുടർന്ന് 2005ലും 2010ലും കോൺഗ്രസും ലീഗും UDF സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം കൈയാളുകയും ചെയ്യുകയായിരുന്നു. 2015 ആയപ്പോഴേക്കും ലീഗും കോൺഗ്രസും തമ്മിലുള്ള പടലപ്പിണക്കം മൂർച്ഛിക്കുകയും UDF സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുമാറുകയും ചെയ്തു. കോൺഗ്രസും ഇടതുപക്ഷവും വെൽഫെയർ പാർട്ടിയും ചേർന്ന് മുന്നണിയായി മത്സരിച്ചു. ലീഗ് ഒരു ഭാഗത്തും LDFും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ഉൾപ്പെടെ മറുപക്ഷത്ത് അണിനിരന്നിട്ടും ആകെ 20 വാർഡുകളിൽ 11 സീറ്റ് നേടി ലീഗ് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ 5 വർഷം UDFനും പഞ്ചായത്ത് ഭരണത്തിനും പുറത്തിരുന്ന കോൺഗ്രസ് 2020ൽ വീണ്ടും ലീഗുമായി ചേർന്ന് UDF മുന്നണിയാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്.